ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ് കാണിക്കുന്നത്. ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്ന വഴിക്ക് ഞാൻ ഇറങ്ങിയിട്ട് വടപഴനി മുരുകൻ കോവിലിലേക്ക് ഒന്ന് പോയി. ഇത് തിങ്കളാഴ്ചയാണ്. ഞാൻ മിക്കവാറും ഇപ്പോൾ തിങ്കളാഴ്ച ദിവസമൊക്കെ ചിലപ്പോൾ പോവാറുണ്ട്. നോർമലായിട്ട് നമുക്ക് ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല കൂട്ടമായിരിക്കും. പക്ഷേ ഞാനിന്ന് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് മോർണിംഗ് നമുക്കൊരു 7 ഒക്കെ ആയതേ ഉള്ളൂ. അതുകൊണ്ട് അത്രയ്ക്ക് കൂട്ടമില്ല. സോ ഞാൻ കോവിലിൽ പോയി തൊഴുതിട്ട് വന്നു. ഞാനിന്നും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൂടി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിന്നൊരു സോളോ ട്രിപ്പ് പോകുന്നുണ്ട്. ട്രിപ്പല്ല, ഞാൻ കോളേജിലേക്ക് നമ്മളുടെ ഈ ഓഫീസിൽ നിന്ന് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഒരു ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് തിരുച്ചിയിലേക്ക്. ഒറ്റയ്ക്കേ ഉള്ളൂ ഈ പ്രാവശ്യം. എപ്പോഴും എൻ്റെ കൂടെ ഒന്നുകിൽ മാനേജർ അല്ലെങ്കിൽ കോവർക്കർ ആരെങ്കിലും കാണും. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഒറ്റയ്ക്കാണ്. പോയേ പറ്റൂ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു, എഗ്മോറിൽ വന്നിട്ട് ഈ ട്രെയിൻ കണ്ടുപിടിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂസുള്ള കാര്യങ്ങളാണ്. ഞാൻ വിചാരിക്കും ട്രെയിനിൽ കയറിയിട്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രെയിനിലാണോ കയറിയത്, ഇല്ല ഈ കറക്റ്റ് കമ്പാർട്ട്മെൻറ്റ് തന്നെയാണോ എന്നൊക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷനായിരിക്കും. ഇതേപോലെ എന്നെ പോലത്തെ കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വാലുകളൊക്കെ പറഞ്ഞു, നീ എവിടെയെങ്കിലും തറ്റിപ്പോവും, നമ്മൾ എന്തായാലും മറ്റേ കാണവില്ലേ എന്നുള്ള പോസ്റ്ററൊക്കെ അടിക്കാം, അത് അടിച്ച് വെക്കുമ്പോൾ നമുക്ക് ഉപകാരമായിരിക്കും എന്നൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും പോയിട്ട് സക്സസ് ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് സോ അങ്ങനെ പിന്നെ ഞാൻ ട്രെയിനൊക്കെ കണ്ടുപിടിച്ച് കയറിയിട്ട് ഞാൻ അടുത്തുള്ളവരുടെ ഒരു 4-5 പേരുടെ അടുത്തൊക്കെ ഈ ട്രെയിനല്ലേ തിരുച്ചിയിലേക്കല്ലേ പോകുന്നതെന്നൊക്കെ ചോദിച്ചു വെച്ചു. അവർ അതെ അതെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്നുള്ള ഒരു സമാധാനത്തിൽ ഞാൻ അങ്ങനെ ഇരുന്നു. പിന്നെ ട്രെയിന് അടുത്താരും ഇതുവരെ വന്നില്ല. ആരും വരാതിരുന്നെങ്കിൽ മതി എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു സെൽഫിഷ് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ്. ട്രെയിൻ ലൈറ്റായിട്ട് മൂവ് ആവാൻ തുടങ്ങി. പിന്നെ ഞാൻ മുമ്പിരുന്ന ഒരു ആൻറ്റി എടുത്ത് പറഞ്ഞു, ആൻറ്റി തിരുച്ചിയിലൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞു. അവർ തിരുച്ചിയിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, തിരിച്ച് വരുമ്പം അവരുടെ കൂടെ ഇറങ്ങണമെന്നൊക്കെ. സോ നമ്മൾ ഈ ട്രെയിന് നമുക്ക് ഇത് വന്നിട്ട് ചെയർ കാറാണ്. നമുക്ക് ചെയർ കാർ എന്ന് പറയും. നമുക്ക് ഇരുന്ന് പോകാനുള്ളതാണ്. നമുക്ക് തിരിച്ചു വരെ അങ്ങനെ ഇരുന്ന് പോകാം. മറ്റേതാണെങ്കിൽ നമുക്ക് കിടന്നും ഇരുന്നും ഉറങ്ങിയൊക്കെ പോവാം. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ഇരുന്ന് പോകണം, ഇരുന്ന് വായി നോക്കിക്കൊണ്ട് പോകണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തൊരു ചേട്ടൻ വന്നിരുന്നു. പിന്നെ ആ ചേട്ടൻ്റെ അടുത്ത് കുറേ നേരം കത്തി അടിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ തിരിച്ച് വന്നപ്പോൾ കറക്റ്റായിട്ട് ഇറങ്ങി. തിരിച്ച് വന്നപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ ആട്ടോ ബുക്ക് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് വന്നു. ഹോട്ടൽ നമുക്ക് റെഗുലറായിട്ട് ഞാൻ വരുന്ന ഹോട്ടലായതുകൊണ്ട് എനിക്ക് അതിന് വഴി അറിഞ്ഞുകൂടാന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ആട്ടോ കയറിയിട്ട് ഹോട്ടലിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ കൊണ്ടുവിട്ടു. പിന്നെ ചെക്കിനൊക്കെ ചെയ്തു. നാളത്തേക്ക് ഒരു ദിവസത്തേക്ക്, ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് മാത്രമാണ്. നാളെ രാവിലെ തന്നെ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. ഹോട്ടലിലേക്ക് വന്നിട്ട് കുറേ നേരം റിഫ്രഷൊക്കെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് നോക്കി. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ ഹോട്ടലിലൊക്കെ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹോറർ ഫീലിംഗ് ആണ്. നമുക്ക് അപ്പോഴാണ് നമ്മൾ ഈ കണ്ട പ്രേതത്തിൻ്റെ സിനിമകളും ക്രൈം സിനിമകളൊക്കെ ഓർമ്മ വരുന്നത്. ഞാൻ മൊത്തം കാണുന്നത് മൊത്തം അതാണ്. ഈ കാർഡ് വെച്ചിട്ടാണ് നമുക്ക് അകത്ത് കയറാനുള്ളത്. അകത്ത് കയറി നമുക്ക് ഇതിൽ വെച്ചാലേ ലൈറ്റൊക്കെ ഓൺ ആവുള്ളൂ. സോ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി. ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. റൂമിൽ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി തന്നെ കഴിച്ചു. കുറേ പേരുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ ടേബിളിൽ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഒരിടത്തും പോയി ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും കഴിക്കണം. ഞാൻ റീസെൻ്റായിട്ട് ഇതിൽ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നതും ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്നതൊക്കെയാണ് നമ്മളുടെ ബോൾഡ്നെസ്സിനെ കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ പിന്നെ ഇൻക്രീസ് ആവുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്ത് പോയതാണ്. പിന്നെ രാത്രി മുഴുവൻ TV ഓൺ ചെയ്ത് മൊത്തം ലൈറ്റും ഇട്ട് വെച്ചിട്ട് ഹൊറർ മൂവിയുടെ ഓർമ്മകളിൽ ഫോണും നോണ്ടിക്കൊണ്ട് അങ്ങനെ കിടന്ന് ഉറക്കമൊന്നും ശരിയായില്ല. പിന്നെ രാവിലെ ഞാൻ ഒരു 6 മണിക്കൊക്കെ തന്നെ എഴുതിച്ച് ഫ്രഷായി. 6 മണിക്കൊക്കെ ഫ്രഷായിട്ട് കർട്ടണൊക്കെ മാറ്റിയിട്ടിട്ട് പിന്നെ കുറേ നേരം അവിടെയൊക്കെ വായി നോക്കിക്കൊണ്ടിരുന്നു. ബാൽക്കണി ഉണ്ടായിരുന്നു. എനിക്ക് ഈ ബാൽക്കണി ഉള്ള ഇടം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് അത് അത്ര രസമൊന്നുമില്ല. കുറേ നേരം TV ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ വീട്ടിൽ വിളിച്ച് കുട്ടിയെടുത്ത് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് മുകളിൽ തന്നെ വീണ്ടും ഫുഡ് കഴിക്കാൻ പോകണം.
ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് നമുക്കിവിടെ ബഫേ സിസ്റ്റമാണ് മോർണിംഗ്. നമുക്ക് ഈ സ്റ്റേ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫുഡ് ഫ്രീ ആണ്, മോർണിംഗുള്ള ടിഫിൻ മാത്രം. സോ ഞാൻ ഒരു ഓംപ്ലേറ്റ്, കുറച്ച് പൊങ്കൽ, പിന്നെ ബ്രെഡ്, കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചു. നമുക്ക് ഈ മരിച്ചിനി കിഴങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അത് ഞാൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. ഒറ്റയ്ക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് സക്സസ്. റൂമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഹോട്ടൽ ചെക്കൗട്ട് ചെയ്യണം. ലാപ്ടോപ്പ്, ബാഗ്, നോർമൽ ലഗേജ്, ഒരു ദിവസത്തേക്കുള്ള ലഗേജാണ് ഇതൊക്കെ. സോ നമ്മളിപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തിരിച്ചു. പിന്നെ ഞാൻ 10 മിനിറ്റ് ഞാൻ പിന്നെ ചെക്കൗട്ട് ചെയ്തിട്ട് ലോബിയിൽ ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അവർ വിളിക്കാൻ വന്നു. സോ അപ്പോൾ വിളിക്കാൻ വന്നപ്പോൾ അവരുടെ കൂടെ കാറിൽ കയറി ഞാൻ പുറപ്പെട്ടു. പിന്നെ അവരുടെ കൂടെയൊക്കെ സംസാരിച്ചുകൊണ്ട് വന്നു. എനിക്ക് തിരിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ റെഗുലറായിട്ട് ഒരു 7-8 പ്രാവശ്യത്തിന് മുകളിൽ വന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പ്ലേസാണ്. ഇതിന് മുമ്പേ വന്നപ്പോൾ ഞാൻ ഈ ഉച്ചിപ്പിള്ളയാർ കോവിലിലും അതുപോലെ തന്നെ ശ്രീരംഗത്തും പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള പ്ലേസാണ്. ഇവിടെ ചുറ്റി നിറയെ കോവിലുകളാണ്. പിന്നെ നമുക്ക് വന്നിട്ട് കോളേജിൽ പോയിട്ട് ചടപടയെന്ന് നമുക്ക് ഉള്ള ഓഡിറ്റിങ്ങിനുള്ള ഡീറ്റെയിൽസൊക്കെ എല്ലാം നോക്കിയിട്ട് ഇന്ന് തന്നെ തിരിച്ചു പോകണം. ഇന്ന് ഈവനിങ് എനിക്ക് ട്രെയിനാണ്. സോ അതിന് മുമ്പ് തന്നെ വർക്കൊക്കെ തീർക്കണം. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പോയതും തന്നെ വർക്കൊക്കെ തീർത്തിട്ട് പിന്നെ കുറച്ചു. പിന്നെ അവിടെ നമുക്ക് വന്നിട്ട് മറ്റേ വെളിയിൽ ഇവിടെ നല്ല രസമുണ്ട്, പ്ലേസൊക്കെ കാണാൻ നല്ല രസമുണ്ട്. കോളേജ് കുട്ടികളൊക്കെ അവിടെ നിൽക്കും. നെക്സ്റ്റ് എന്നിട്ട് ഞാൻ ഈ വെളിയിൽ ഈ ഒരു സംഭവം കണ്ടായിരുന്നു. ഇത് നമുക്ക് നെല്ലാണ്. ഈ നെല്ല് നമുക്ക് വന്നിട്ട് ചെറിയ വയലിൽ നിന്നൊക്കെ ആളുകൾ കൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഹോൾസെയിൽ അവർ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ റിട്ടേൺ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പിന്നെ ഞാൻ കറക്റ്റായിട്ടുള്ള ട്രെയിൻ കണ്ടുപിടിച്ച് കയറി. ഇത് വന്നിട്ട് തിരുച്ചിയിൽ തന്നെ സ്റ്റാർട്ടാകുന്ന ട്രെയിനാണ്. സോ ട്രെയിൻ നമ്പറൊക്കെ 1-ന് 4 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ കയറി എൻ്റെ പ്ലേസിൽ പോയി ഇരുന്നു. നമുക്ക് ഈ ട്രെയിന് കുറച്ച് നല്ല രസമുണ്ട്. പക്ഷേ ഈ ട്രെയിനിൽ നമുക്ക് ഫുഡ് തരും. ഫുഡ് നമുക്ക് വന്നിട്ട് സ്നാക്സ് ഫുഡ് എന്നൊക്കെ തന്നുകൊണ്ടിരിക്കും. നമ്മൾ പോയി കുറച്ച് നേരം ആകുമ്പോൾ തന്നെ നമുക്ക് സ്നാക്സ് കൊണ്ടുവന്ന് തരാൻ തുടങ്ങും. പിന്നെ ന്യൂസ് പേപ്പർ, വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടാവും നമുക്ക് സമയം പോകാനായിട്ട്. ഇത് TV ഉണ്ട്, പക്ഷേ ആരും ഓണാക്കി കണ്ടിട്ടില്ല. നമുക്ക് മുമ്പത്തെ സീറ്റിൻ്റെ ചെയറിലായിരിക്കും TV. അതിൽ നമുക്ക് ഹെഡ്സെറ്റൊക്കെ കുത്തി പാട്ടൊക്കെ കേൾക്കാമെന്ന് പറയും, പക്ഷേ അതൊന്നും ഞാൻ കണ്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ടിരുന്നു, തെറ്റിപ്പോയോ, വന്നോ എന്നൊക്കെ. ഞാൻ തെറ്റിപ്പോയിട്ടില്ലടേ, വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞ്. പിന്നെ ഫുഡ് കണ്ടപ്പോൾ ഫുഡ് വന്നു, ഞാൻ ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഫുഡ് നമുക്ക് ഈ മിക്സറും ഒരു ബോണ്ട, പിന്നെ ഒരു കുഴിപ്പണിയാരം, പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് തന്നിട്ടുണ്ടായിരുന്നു. സോ അത് കഴിച്ച് കുറേ നേരം കഴിയുമ്പോൾ തന്നെ ഈ സൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനം തരും. എൻ്റെ പൊന്നോ, ഒരു വകയ്ക്കും കൊള്ളില്ല. ഞാൻ ഈ ഫുഡൊന്നും കൂടുതൽ ഞാൻ കുറ്റം പറയാത്ത ഒരാളാണ്, പക്ഷേ നമുക്ക് അത്രയ്ക്ക് മോശമായിരുന്നു, ഞാൻ കുടിച്ചില്ല. എന്നിട്ട് നമുക്ക് വന്നിട്ട് ഫുഡ് നമുക്ക് വന്നിട്ട് മറ്റേ ഒരു ജീര റൈസ് പോലെ വന്നു. അതുപോലെ തന്നെ ചപ്പാത്തി, പിന്നെ സാമ്പാർ, പിന്നെ മറ്റേ ഒരു പനീർ കറി, പിന്നെ പൊട്ടറ്റോ ഫ്രൈ. ഈ സെയിം മെനു തന്നെയാണ് പോയ പ്രാവശ്യം പോയപ്പോഴും തന്നത്. ഒരു രസവുമില്ല. ഞാൻ ഈ ഫുഡൊന്നും കൂടുതൽ കുറ്റം പറയാത്ത ആളാണ്. എന്തായാലും കഴിക്കുമെന്നുള്ളൊരിതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല. എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. മേ ബി എനിക്ക് മാത്രമായിരിക്കും ഇഷ്ടപ്പെടാത്തത്. കഴിഞ്ഞിട്ട് നമുക്കൊരു ബന്നും ബട്ടറും ഒക്കെ തന്നു. സോ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് വന്നിട്ട് ചെന്നൈയിലേക്ക് റീച്ചായേ. ഇനി വീട്ടിൽ പോകണം. ആട്ടോ എന്തെങ്കിലും ബുക്ക് ചെയ്ത് വീട്ടിൽ പോകണം. അതിന് മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ തെറ്റിപ്പോയിട്ടില്ല, നിങ്ങൾക്ക് ആ പോസ്റ്റർ യൂസ് അല്ല എന്ന് പറയണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.